തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 23-ാം തിരുവചനം. അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇപ്രകാരമാണ്. വിശുദ്ധ ജോൺ മേരി വിയാനിയെ ഫ്രഞ്ച് സർക്കാർ മാടമ്പി സ്ഥാനം നൽകി ആദരിച്ചു. ഈ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഫ്രഞ്ച് ഗവൺമെൻറ് ഈ മാടമ്പി സ്ഥാനം നൽകി ആദരിച്ചെന്നറിഞ്ഞപ്പോൾ ഒരു വൈദികൻ മറുപടി എഴുതിയത് ആ ജോൺ മേരി വിയാനിക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിൽ അദ്ദേഹം ഇപ്രകാരം ഇങ്ങനെ കുറിച്ചു വെച്ചു: അച്ഛാ, ഭൂമിയിലെ അധികാരങ്ങളെല്ലാം അങ്ങയെ ബഹുമാനിക്കുന്നു. ദൈവം സ്വർഗത്തിൽ അങ്ങയെ ആദരിക്കാതിരിക്കില്ല. അപ്പോൾ ഭൂമിയിലെ അധികാരങ്ങളെല്ലാം ജോൺ മേരി വിയാനിയുടെ ആ നന്മ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ഒരു സ്ഥാനം കൊടുത്തപ്പോൾ ആ വൈദികൻ്റെ ചിന്തയിൽ വന്നതാണ്. അപ്പോൾ ദൈവം അച്ഛനെ ആദരിക്കാതിരിക്കില്ല. കാരണം അച്ഛൻ്റെ ആ മഹത്വം അത്രമാത്രമാണെന്ന് അച്ഛനെ ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ ജോൺ മേരി വിയാനിയുടെ വിനയം ഒരു മറുപടിയായിട്ട് ആ വൈദികന് എഴുതിയ കത്തിൽ ജോൺ മേരി വിയാനി ഇങ്ങനെ എഴുതി: അതാണെൻ്റെ ഭയം. വിയാനിയച്ഛൻ മറുപടി എഴുതിയത്: ഭൗമിക ബഹുമാനങ്ങളാകുന്ന ഈ കുമിളകൾ പൊക്കിപ്പിടിച്ച് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വന്നാൽ ആ നീതിമാനായ ന്യായാധിപൻ പറയും, പൊയ്ക്കോ, നിൻ്റെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വിയാനിയച്ഛൻ്റെ ആ എളിമയാണ്. വിവിധ സുഹൃതങ്ങളെ കൂട്ടിയിണക്കുന്ന ചങ്ങലയാണ് എളിമ, വിനയം എന്ന് ജോൺ മേരി വിയാനി അദ്ദേഹം കൂടെ പറയാറുണ്ട്. കാരണം വിനയമാണ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കുന്നത്. ഏതെങ്കിലും ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ അത് നമ്മളെ തന്നെ നിലം പരിശാക്കുന്ന തകർച്ചകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. വിനീത ഹൃദയൻ ബഹുമതി നേടുമ്പോൾ അഹങ്കാരി നിലം പതിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ലോകത്തിലെ സ്ഥാനമാനങ്ങളും ലോകത്തിലുള്ള അംഗീകാരവും മനുഷ്യൻ്റെ പ്രീതിയുമല്ല നമ്മൾ നോക്കേണ്ടത്. ദൈവസന്നിധിയിൽ എളിമയുള്ള ഒരു മനോഭാവത്തോടെ ജീവിക്കുവാനായാൽ അതാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. എന്തൊക്കെ പുണ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എത്രമാത്രം കഴിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും, മറ്റുള്ളവരെല്ലാം നമ്മളെ ഉയർത്തി കാട്ടുന്ന രീതിയിൽ നമ്മുടെ ഗുണങ്ങളും നമ്മുടെ നന്മകളുമൊക്കെ വർണ്ണിച്ചാലും നമ്മുടെ ഉള്ളിൽ എളിമയില്ലെങ്കിൽ, താഴ്മയെന്ന ഭാവമില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതെല്ലാം തകരുവാനായിട്ട് ഒരു നിമിഷം മതി. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ആരെങ്കിലുമൊക്കെ തകർന്ന അവസ്ഥകളിൽ വീഴാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ, വലിയ ഉന്നതികളിൽ നിന്നിട്ട് വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ട് വലിയ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചിട്ട് ഇന്ന് ഒന്നുമല്ലാത്ത രീതിയിൽ തകർന്ന അവസ്ഥയിൽ കിടപ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ ഉള്ളിൽ അവരറിയാതെ വളർത്തിക്കൊണ്ടുവന്ന അഹങ്കാരമാണ് അവരുടെ ജീവിതത്തിലെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണമെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. വിശുദ്ധ മക്കരിയൂസ് വലിയ പുണ്യവാളനാണ്. അദ്ദേഹത്തിന് ഒത്തിരി കൃപകളും കഴിവുകളൊക്കെയുള്ള വ്യക്തിയായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കും, ഒത്തിരി ഉപവസിക്കും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ദൈവാനുഭവത്തിൽ വളരുന്ന നിറഞ്ഞു നിന്ന ഒരു വിശുദ്ധനാണ് പുണ്യവാളനായ വിശുദ്ധ മക്കരിയൂസ്. അപ്പോൾ ഒരു ദിവസം പിശാച് വിശുദ്ധ മക്കരിയൂസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, കടന്നു വന്നു. കാരണം പിശാച് പല രീതിയിൽ കടന്നു വരും. പിശാചിൻ്റെ മനുഷ്യരിലൂടെ കടന്നു വരാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യക്തികളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിൽ പിശാച് കടന്നു വരാം, നമ്മുടെ അഹങ്കാരത്തെ വളർത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരത്തെ ഉയർത്താനായിട്ട്. അവിടെ നമുക്കൊരു വിവേകം ഉണ്ടാകണം. ഒരു ദിവസം ഈ പിശാച് ഈ പുണ്യവാളനായ മക്കരിയൂസിൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു: നീ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്യാനായിട്ട് പറ്റും. നീ ഉപവസിക്കുന്നുണ്ടല്ലോ, നീ ഉപവസിക്കുന്നു, എനിക്കും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഒത്തിരിയേറെ നീ ഉറക്കമൊഴിഞ്ഞ് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ ഒത്തിരി നേരം ഉറക്കമൊഴിയാറുണ്ടല്ലോ, എനിക്ക് ഉറങ്ങാതിരിക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് പിശാച് തൻ്റെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞു. പിശാച് വിശുദ്ധ മക്കേരിയോസിനോട് പറയുകയാണ്, പക്ഷേ എനിക്ക് നിന്നെപ്പോലെ എളിമപ്പെടാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞ് പിശാച് ഓടി. പ്രിയമുള്ളവരെ, വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എളിമ അത് വിശുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അത് പിശാചിന് ചെയ്യാൻ പറ്റില്ല. പിശാചിന് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ഈ എളിമയാണ്. കാരണം അവന് വിനയത്തോടെ നിൽക്കാനായിട്ട് പറ്റില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയത്തോടെ നിൽക്കുവാനായിട്ട് കഴിയാതെ പോകുന്നത് പിശാചിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി നമുക്ക് ഈ വിനയം നഷ്ടപ്പെടുത്തി അഹങ്കാരം നമ്മളിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ തകർക്കുവാനായിട്ട് കഴിയുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് ഏത് നന്മകളും അനുഗ്രഹങ്ങളുമുള്ള വ്യക്തികളിലും പിശാച് അഹങ്കാരത്തിൻ്റെ ഒരു സ്പിരിറ്റായിട്ട് കടന്നു വരും. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. ഈ അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ മാതൃകയാക്കുന്ന കർത്താവായ യേശുവിൻ്റെ എളിമയെ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയണം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ എളിമയെക്കുറിച്ച് മനോഹരമായിട്ട് അവിടെ കുറിച്ചു വയ്ക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം അവൻ ശൂന്യനായി ദാസൻ്റെ രൂപം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ നമ്മെപ്പോലെ അവൻ ഒരു ദാസൻ്റെ രൂപത്തിൽ കടന്നു വന്നു കുരിശുമരണം വരെ അനുസരണം ഉള്ളവനായി. കർത്താവിൻ്റെ എളിമ നമുക്കറിയാം. കാൽവരി ബത്ലഹേം മുതൽ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവൻ്റെ ജീവിതയാത്ര ഒന്ന് ധ്യാനിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും ഈശോയുടെ തെളിഞ്ഞു നിന്ന ഭാവം വിനയമാണ്, എളിമയാണ്. അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയൊരു മണൽത്തരി പോലും യേശുവിൻ്റെ ജീവിത വാക്കുകിലോ പ്രവൃത്തിയിലോ കാണാനായിട്ട് സാധിക്കുകയില്ല. അവൻ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. എളിമയുടെ ആ ജനനം പോലും എളിമയുടെ തലത്തിലായിരുന്നില്ലേ? പരസ്യജീവിതം പോലും ഈശോയുടെ ലാളിത്യത്തിൻ്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞ് അത്രമാത്രം ലാളിത്യത്തിൻ്റെ എളിമയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ജീവിതം നാം അനുകരിക്കേണ്ടത് ഈ ലാളിത്യമാണെന്ന് തിരിച്ചറിയണം. എവിടെ അഹങ്കാരമുണ്ടാകുന്നുണ്ടോ, എവിടെ ആർഭാടമുണ്ടാകുന്നുണ്ടോ അവിടെ പിശാച് കടന്നു വരും. പിശാചിരിക്കുന്ന ഇടമാണ് അഹങ്കാരവും ആർഭാടവും. വലിയ ആർഭാടങ്ങൾ കർത്താവ് നഷ്ടപ്പെടുവാനായിട്ട് കാരണമാകും. ജനത്തിരക്കുകളും ആർഭാടങ്ങളുമുള്ള ഇടങ്ങളിൽ പിശാചിൻ്റെ ആവാസം കാണും. അവിടെ കലഹമുണ്ടാകും, അവിടെ അസ്വസ്ഥതയുണ്ടാകും. നമ്മുടെ തിരുനാളുകൾ പോലും നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താവുന്ന ഒരു വലിയ യാഥാർത്ഥ്യമല്ലേ? കൂടുതൽ അമിതമായ ആഘോഷങ്ങളുടെ ഇടയിലല്ലേ പലപ്പോഴും പല പ്രശ്നങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്? പല പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അടിപിടിയിൽ അവസാനിക്കുന്നത് വലിയ വലിയ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യവും ആർഭാടവും വർദ്ധിക്കുമ്പോഴല്ലേ? അഹങ്കാരം നമുക്ക് തുടച്ചു മാറ്റാം. പിശാചിന് അവസരം കൊടുക്കുവാതിരിക്കാനായിട്ട് ഈ അഹങ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് കഴിയണം. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാം തിരുവചനം വചനത്തിലൂടെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില ചിന്തകളാണ് അവിടെ പറയുന്നത്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നീ എന്തൊക്കെ ചെയ്താലും വിനയമില്ലെങ്കിൽ, എളിമയില്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒരു പാഴ്വെള്ളം പോലെ എല്ലാം ഒലിച്ചു പോകും, എല്ലാം നഷ്ടപ്പെടും. ജീവിതത്തെ മനോഹരമാക്കുന്നത് ലാളിത്യമാണ്, എളിമയാണ്. ഈ ദിനത്തിൽ നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതം എളിമയിലും ലാളിത്യത്തിലുമാണോ? വലിയ വലിയ ആർഭാടങ്ങൾ വാരിക്കൂട്ടുവാൻ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പിശാചിന് അവിടെ അവസരം കൊടുക്കുകയാണെന്ന് കൂടി തിരിച്ചറിയണം. സഫാനിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 12, ഞാൻ നിൻ്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും, അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ദൈവം നിലനിർത്തുന്നത് എളിമയും അതുപോലെ തന്നെ വിനയവുമുള്ള കൂട്ടായ്മകളെയാണ്. എവിടെ വിനയവും എളിമയും നഷ്ടപ്പെടുന്നോ, എവിടെ അഹങ്കാരവും ആർഭാടവും ധൂർത്തും വർദ്ധിച്ചു വരുന്നോ അവിടെ തകർച്ചകളും അസ്വസ്ഥതകളും കടന്നു വരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളിന്ന് ആരെങ്കിലുമൊക്കെ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അഹങ്കാരവും ധൂർത്തും
അതുപോലെ എളിമയില്ലാത്ത ഭാവവുമാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വലിയ ആളായി കാണണം. ഒരാഘോഷം വരുമ്പോൾ എൻ്റെ ആഘോഷം മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട് നിൽക്കണം. ഒരു കല്യാണമാകാം, അല്ലെങ്കിൽ ഒരു മാമോദീസയാകാം, അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാനയാകാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയാകാം, അല്ലെങ്കിൽ ഒരു വിവാഹ വാർഷികമാകാം. മറ്റുള്ളവരെക്കാൾ എൻ്റേത് ഒന്ന് മുൻപന്തിയിൽ നിൽക്കണം, മെച്ചപ്പെട്ട് നിൽക്കണം എന്നുള്ള വാശിയോടെ നമ്മൾ അഹങ്കാരികളായി മാറി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ മനോഭാവം. അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ പറയുന്നുണ്ട്, ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 52, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി. ഇന്ന് ആരെങ്കിലുമൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ എളിമയുടെ ഭാവമാണ്. ആരെങ്കിലുമൊക്കെ അഹങ്കരിച്ച് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അവരെ കാണാൻ പറ്റാത്ത വിധം അവർ തകർക്കപ്പെടുമെന്ന് കൂടി ഒരു ലോകത്തിൻ്റെ ഒരു വലിയൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിൽ വലിയ ആളാകാനായിട്ട്, മനുഷ്യരുടെ മുമ്പിൽ വലിയ ആളാകാനായിട്ട് നമ്മൾ നിലപാടുകൾ എടുക്കാതിരിക്കുക. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. അഹങ്കാരവും വിനയവും അഹങ്കാരവും ധാർഷ്ട്യവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിധേയപ്പെടാനായിട്ട് പറ്റില്ല. ഉള്ളിലെ അഹങ്കാരമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വിധേയപ്പെടാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത്. അഹങ്കാരത്തെ മാറ്റുക. പിശാചിനെ നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാമെങ്കിൽ അവന് അഹങ്കാരിയാണ്. അഹങ്കാരം ഉള്ളിൽ കടന്നു വരുമ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചുവെന്ന് തിരിച്ചറിയണം. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 6-ാം തിരുവചനം, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. കൃപയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നീ? എളിമയുള്ള തലത്തിൽ നിലനിൽക്കുക. ഒന്ന് വിധേയപ്പെട്ട് നിൽക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുന്നു എന്ന് നീ തോന്നുമ്പോഴും നീ അവിടെ ശാന്തത പുലർത്തുകയാണെങ്കിൽ, ഒന്ന് എളിമപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്തും. കൃപ നൽകി ദൈവം നിന്നെ ഉയർത്തും. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ 6-ാം അധ്യായം 10, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ദൈവം നമ്മളെ ഉയർത്തും. എവിടെയൊക്കെ എളിമയുടെ തലത്തിൽ നിന്നോ അവരൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ ഒരുപക്ഷെ അടിച്ചമർത്താനായിട്ട്, തകർക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും എളിമപ്പെട്ട് നിന്നപ്പോൾ അവരെയൊക്കെ ദൈവം ഉയർത്തിയ ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളത്, സഭയ്ക്ക് പറയാനുള്ളത്. ചുറ്റുപാടുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുതന്നെയാണ്. എളിമയുള്ളിടത്തെ ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങൂ. അവിടെ മാത്രമേ ശാശ്വതമായ ഉയർച്ചയും കടന്നു വരികയുള്ളൂ. അഹങ്കരിക്കുന്ന വ്യക്തി പലപ്പോഴും അവനറിയാതെ ഉള്ളിൽ പല അഹങ്കാരത്തിൻ്റെ തിന്മകൾ പറയും. അവൻ വിചാരിക്കുന്ന എന്താണ്? എനിക്കെല്ലാം കൺട്രോളാണ്, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. മദ്യപിക്കുന്ന അഹങ്കാരിയായ മനുഷ്യൻ പറയുന്നത് എന്താണ്? അച്ഛാ, എനിക്കെല്ലാം കൺട്രോളാണ്, ഇതൊന്നും പ്രശ്നമില്ല. അവൻ്റെ ഉള്ളിലെ ഈ അഹങ്കാരം, ഈ മദ്യപാനമെന്ന ദുശീലവും അല്പനാൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മദ്യപാനം അവനെ കീഴടക്കി തകർത്ത സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും കാണാനായിട്ട് സാധിക്കും. വിനയപ്പെട്ടുകൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ വ്യാപരിച്ച് ആ തിന്മയെ ഒഴിവാക്കേണ്ടതിന് പകരം എനിക്കിത് കൺട്രോളുണ്ട്, കുഴപ്പമില്ല, ഞാനിത് കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നിന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ തിന്മ, ഈ പൈശാചികത ആ വ്യക്തിയെ തകർത്തെറിഞ്ഞ അനുഭവങ്ങൾ, സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു പച്ചയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അഹങ്കരിക്കുന്ന വ്യക്തി പലപ്പോഴും, ഈ അഹങ്കാരികളെ നമുക്ക് വേണമെങ്കിൽ അന്ത്യോക്കസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അന്ത്യോക്കസ് രാജാവ് ഈ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അപ്പോൾ 2 മക്കബേരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 21 ഈ അന്ത്യോക്കസ് പറയുകയാണ്, അഹങ്കാര ഉന്മോത്തനായ അന്ത്യോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി. അപ്പോൾ ഈ അഹങ്കാരം വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പലതും എനിക്ക് ചെയ്യാൻ പറ്റും. ഈ അഹങ്കാരം ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് കഴിയും, ഞാനിത്, കാരണം ദൈവത്തിൻ്റെ സഹായത്താൽ കഴിയുമെന്നല്ല, ദൈവം അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ദൈവം സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പറ്റും, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ പ്ലാനിങ്, ഇതൊക്കെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അഹങ്കരിക്കുന്ന വ്യക്തി പറയും. കാരണം അവൻ പലതും ചെയ്യാൻ പറ്റുമെന്ന് പറയും. നമുക്കറിയാം ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കരയിൽ നീന്താനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? കരയുള്ള ഭാഗത്ത് നീന്താൻ പറ്റില്ല. കാരണം വെള്ളത്തിലേ നീന്താൻ പറ്റൂ, വെള്ളത്തിൽ മാത്രമേ നീന്താൻ പറ്റൂ. അഹങ്കാരം ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് പിശാച് കൊടുക്കുമിടാ, നിനക്ക് കരയിലും നീന്താൻ പറ്റും. അപ്പോൾ അവൻ ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ ദുർഭൂതത്തിൽ ഇങ്ങനെ എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ധാർഷ്ട്യത്തിൽ ഓടും. പക്ഷേ അപകടം കെണിയിൽ വീഴും.
അതുപോലെ വീണ്ടും പറയുക, വചനം പറയുക, കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി. കാരണം കടലിൽ യഥാർത്ഥത്തിൽ വെള്ളത്തിൽ നമുക്ക് ഓടാനായിട്ട് പറ്റില്ല. കടലിൽ കിടന്ന് ഓടാൻ പറ്റുമോ? താഴ്ന്നു പോകും, മുങ്ങി താഴ്ന്നു പോകും. ഈ അഹങ്കാരം വരുമ്പോൾ എനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് കരുതി ഓടി ഇറങ്ങും, അവസാനം വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കാണാൻ പറ്റും. ചിലർ പറയും, ചിലർ ഏതെങ്കിലുമൊക്കെ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ നിന്നിട്ട് പറയും, ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ ഈ ബിസിനസ് ഞാൻ ചെയ്ത് ഞാൻ വിജയിപ്പിച്ച് തരാം, എനിക്കിത് പറ്റും, അഹങ്കരിച്ച് ഇങ്ങനെ പോകും. പക്ഷേ കടബാധ്യതയിൽ മുങ്ങി താഴുന്നത് കാണാൻ പറ്റും. കടം വാങ്ങി ആ ബിസിനസ് ഉയർത്താനായിട്ട് ശ്രമിക്കും, പക്ഷേ ഉയരുന്നില്ല. കാരണം എന്താണ്? ഉള്ളിൽ അഹങ്കാരമാണ്. എനിക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റും, ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടും, വെള്ളത്തിൻ്റെ അടിയിൽ വീഴുന്നത് കാണാൻ പറ്റും. മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 9-ാം അധ്യായം 8 വീണ്ടും പറയുക, അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് വ്യാമോഹിച്ചു. ഈ അന്ത്യോക്കസ് രാജാവ് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. കാരണം എല്ലാത്തിനെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും, ഈ തിരമാലകളെ പോലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ അഹങ്കാര ചിന്ത നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ തകർന്നു പോകും. ഒരു ചെറുപ്പക്കാരൻ, അവന് നല്ല സമ്പത്തും പണമൊക്കെ ഉള്ള കുടുംബത്തിലുള്ള പയ്യനായിരുന്നു. അവന് വല്ലാത്തൊരു അഹങ്കാരം, ഉള്ളിൽ ഭയങ്കര അഹങ്കാരമാണ്. ഈ അഹങ്കാരം മൂലം വീട്ടിൽ അവൻ പറഞ്ഞു ഒരു ഏറ്റവും വില കൂടിയ ബൈക്കൊക്കെ അവൻ സ്വന്തമാക്കി. ഈ ബൈക്കൊക്കെ സ്വന്തമാക്കിയിട്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, ചീറിപ്പാഞ്ഞ് പോകും. അപ്പോൾ പലരും അവനോട് പറഞ്ഞു, ഇടാ ഈ ബൈക്ക് നീ ഇത്രയും സ്പീഡിലൊന്നും പോകരുത്. അവൻ പറഞ്ഞു, എനിക്ക് നല്ല കൺട്രോളാണ്. കാരണം എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. വണ്ടി എവിടെ പിടിച്ചാൽ അവിടെ നിൽക്കും, ഇന്നടത്തുന്ന സ്ഥലത്ത് നിൽക്കും, എനിക്ക് നല്ല കൺട്രോളാണ്. പല പ്രാവശ്യം ഇവൻ്റെ ഈ സ്പീഡിലുള്ള പോക്ക് കണ്ട് പലരും അവനോട് ഉപദേശിച്ചു, എടാ നീ ഇങ്ങനെ ഇത്രയും സ്പീഡിന് പോകല്ലേ, കാരണം അപകടം വരും, കാരണം നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നീ ഈ ടേണിങ്ങിലൊക്കെ ഇത്രയും സ്പീഡിലൊന്നും പോകരുത് എന്ന് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞപ്പോഴും ഇവൻ്റെ അഹങ്കാരം, ഇവൻ പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ വണ്ടി, എനിക്കറിയാം എൻ്റെ ടാലൻറ്റ്, എൻ്റെ കഴിവ്, ഞാൻ ഇന്നലെയും വണ്ടി ഓടിക്കാൻ തുടങ്ങിയതല്ല, ഞാൻ കുഞ്ഞുനാൾ മുതലേ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഈ വാഹനത്തിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാം, ഞാൻ വണ്ടി വിചാരിച്ചാൽ നിൽക്കുന്നിടത്ത് നിർത്താനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ഈ അഹങ്കാര തള്ളലിൽ ഇവൻ കുറച്ച് നാൾ മുന്നോട്ട് പോയി. പെട്ടെന്ന് ഒരു ദിവസം ഇവൻ ബൈക്ക് സ്പീഡിൽ വന്ന് ഒരു ടേണിങ്ങിലെത്തി കഴിയുമ്പോൾ വണ്ടി കൺട്രോൾ വിട്ടു, പോസ്റ്റിലിടിച്ചു, വണ്ടി ഛിന്ന ഭിന്നമായി പോയി, ഇവനും ശരീരം ചിതറിപ്പോയി. അഹങ്കാരം എവിടെ കൊണ്ടെത്തിക്കുന്നു? അഹങ്കാരി ചിതറിക്കപ്പെടും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ അഹങ്കാരത്തോടെ നിലപാടുകൾ എടുക്കുമ്പോൾ നീ തിരിച്ചറിയണം, നീ ചിതറിക്കപ്പെടുകയാണ്. ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് എളിമപ്പെടുവാൻ, ഒന്ന് വിനയത്തോടെ നിൽക്കുവാൻ നീ ഇടയായിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമാകും. നിന്നിലൂടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ചില വാശികൾ, അഹങ്കാരം മൂലമുള്ള വാശി മൂലമല്ലേ എത്രയോ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്, വ്യക്തിബന്ധങ്ങളിൽ തകർച്ചകൾ കടന്നു വരുന്നത്. മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 12-ാം അധ്യായം 14 വചനം ഇപ്രകാരമാണ്, കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു. കാരണം ഈ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞ് നമ്മുടെ ബലത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ സുഖസൗകര്യങ്ങളിലൊക്കെ അഹങ്കരിച്ച് ജീവിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ പുച്ഛിക്കും. അവന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നവരെയൊക്കെ പുച്ഛിച്ച് തള്ളും. അതുപോലെ തന്നെ അവരെ അസഭ്യം വിളിക്കും. കാരണം ഈ ബൈക്ക് ഇത്രയും സ്പീഡിന് പോകുന്ന ഈ ചെറുപ്പക്കാരനോട് പലരും പറഞ്ഞിടാം, അന്ന് കുറച്ച് സ്പീഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ അസഭ്യം പറയുന്ന രീതിയിൽ അവരോട് സംസാരിച്ചത്. അതിനേക്കാൾ ഉപരി ദൈവദൂഷണം. കാരണം ദൈവത്തെ പോലും നിന്ദിക്കുന്ന ആ മനോഭാവത്തിൽ അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങി. അത് അവൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 23-ാം വചനം, കർത്താവ് അരുൾ ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്താൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാനായിട്ട് ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരുപക്ഷെ നമുക്കെത്തിയ അല്പം ജ്ഞാനവും അറിവുമൊക്കെ കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഒന്ന് പുച്ഛമായി കരുതുന്ന രീതിയിൽ, മറ്റുള്ളവരൊക്കെ അവനൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്, എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് നല്ല ജ്ഞാനമുണ്ട് എന്നുള്ള രീതിയിൽ അഹങ്കരിച്ചു പോയാൽ പ്രിയമുള്ളവരെ നിനക്ക് തകർച്ചയുണ്ടാകും. കാരണം ഏറ്റവും വലിയ കഴിവുകളും ജ്ഞാനമുള്ളവർ ജ്ഞാനമില്ലാത്തവർ ചെയ്യാൻ മടിക്കുന്ന തിന്മ പ്രവൃത്തികൾ പോലും ഒരു കൂസലില്ലാതെ ചെയ്യാൻ തക്ക വിധം തകർന്ന അവസ്ഥകളിൽ പോയ കാര്യങ്ങൾ കാണാൻ പറ്റും. അത് വലിയൊരു സത്യമാണ്. എല്ലാ അറിവുമുണ്ട്, ജ്ഞാനമുണ്ട്, എനിക്ക് നല്ല ഡോക്ടറേറ്റ് ആണ്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഇവർ ഏറ്റവും മ്ലേച്ഛകരമായ
തിന്മ പ്രവൃത്തികളിൽ അടിമപ്പെടുന്നവരെ കാണാൻ പറ്റും. കാരണം എന്താണ്? ഈ അഹങ്കാര ദുർഭൂതം അവരെ ആ തിന്മയിലേക്ക് കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അറിവിൽ ദയവ് ചെയ്ത് അഹങ്കരിക്കാതിരിക്കുക. അറിവ് കൂടുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള രീതിയിൽ എളിമപ്പെടുക. മറ്റൊന്ന് ബലവാൻ. കാരണം ഈ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ ഹാർട്ട് ഓക്കെയാണ്, എൻ്റെ കിഡ്നി ഓക്കെയാണ്, എനിക്ക് നല്ല ബ്രീത്തിങ് ഒക്കെ ഉണ്ട്, എനിക്ക് നല്ല ശ്വാസകോശമൊക്കെ എല്ലാം സ്മാർട്ടാണ്, ശരീരം മുഴുവൻ നല്ല സ്മാർട്ടാണ്. ഈ ശരീരത്തിൽ അഹങ്കരിച്ച് ഈ വിനയമെന്ന ഭാവം നഷ്ടപ്പെടുത്തി മസിലൊക്കെ കാണിച്ച് അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഞെളിഞ്ഞ് നടന്നാൽ അത് തകർച്ചയിലേക്ക് പോകും നമ്മുടെ ജീവിതം. ഈ മസിലൊക്കെ ഒരു നിമിഷം മതി ജീർണിച്ചു പോകാൻ. ഈ മസിലിൻ്റെയൊക്കെ ബലക്ഷയം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഒരു നിമിഷം മതി. ഒരു നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രഷറിൽ ഒരു ചെറിയൊരു വേരിയേഷൻ മതി നമ്മൾ തളർന്ന് കുഴഞ്ഞു വീഴാൻ. അല്പമൊന്ന് ഷുഗർ താഴ്ന്നാൽ മതി നമ്മൾ കുഴഞ്ഞു വീഴും. ഇതൊക്കെയുള്ളൂ മനുഷ്യൻ. അതുകൊണ്ട് നിൻ്റെ ശരീരത്തിൽ അഹങ്കരിക്കാതിരിക്കുക. ശരീരത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദിനത്തിൽ ആ ശരീരം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്തയോടെ വിനയപ്പെട്ട ജീവിതം നയിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ആ ശരീര മസിൽ പവർ കാണിച്ച് അവരെ തകർക്കാനായിട്ട് തയ്യാറാകാതിരിക്കുക. മറ്റൊന്ന്, ചിലർ സമ്പത്തിൽ അഹങ്കരിക്കുന്നവരെ കാണാൻ പറ്റും. ദൈവം ഇന്ന് നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നീ ആ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കുക. മറ്റുള്ളവരെ നോക്കി പുച്ഛിച്ച് സംസാരിക്കാതിരിക്കുക. സമ്പത്തില്ലാത്തവരോട് ഒന്ന് എളിമപ്പെട്ട് നിൽക്കുക. കാരണം നിന്നേക്കാൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവരുടെ മുമ്പിൽ പെരുപ്പം കാണിച്ച് അഹങ്കാരം കാണിച്ച് അവരുടെ മുമ്പിൽ അവരെ ചെറുതാക്കുന്ന മനോഭാവത്തിന് ഇടം കൊടുക്കാതിരിക്കുക. നിനക്ക് സമ്പത്തുണ്ടായിരിക്കാം, പാവപ്പെട്ടവർ അവരവരുടെ രീതിയിൽ ജീവിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അഹങ്കരിച്ചുകൊണ്ട് സമ്പത്ത് ദൂർത്തടിച്ച് അഹങ്കാരിയായി ജീവിച്ചാൽ നിൻ്റെ ജീവിതം തകർച്ചയിലേക്ക് എത്തുമെന്ന് നീ തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 47:10, ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു, നിൻ്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. അതേ പ്രിയമുള്ളവരെ, ഈ അഹങ്കരിച്ചുകൊണ്ട് പലരെയും നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ, പീഡിപ്പിക്കുന്നുണ്ടോ? അത് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു കൃത്യമായി പ്രകാശിച്ച് നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ദൈവം എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തി, അഹങ്കാരം നിറഞ്ഞ നമ്മുടെ ഓരോ പ്രവൃത്തിയെയും ദൈവം നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഈ അഹങ്കാരത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ശ്രമിക്കുക. ലേവ്യരുടെ പുസ്തകം 26:19, ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും. ലൂക്ക 1:52 കാണുന്നില്ലേ? ശക്തിയിൽ നിൻ്റെ എന്ത് ശക്തിയിൽ നീ അഹങ്കരിക്കുന്നോ അതെല്ലാം ദൈവം നശിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ആ തിന്മകളിൽ നിന്ന് മോചനം നേടുക. സുഭാഷിതങ്ങൾ 16:5, അഹങ്കരിക്കുന്നവരുടെ കൂടെ കർത്താവിന് വെറുപ്പാണ്. കാരണം ഈ അഹങ്കാരത്തിൻ്റെ തള്ളലിൽ മറ്റുള്ളവരെ പുച്ഛമായി കരുതി തങ്ങളെ തന്നെ മെച്ചപ്പെട്ട വ്യക്തിയായി വരുത്തി തീർക്കുവാനായിട്ട് അഹങ്കരിച്ച് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് കർത്താവിന് വെറുപ്പാണെന്ന് തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 21:24 പറയുക, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകൻ എന്നാണ്, അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. അഹങ്കാരം പരിഹാസത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ അഹങ്കാരം ഗർവോടെ അഹങ്കരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കും. ഈ തിന്മയെ നമ്മൾ മാറ്റണമെന്ന് നമ്മൾ തയ്യാറാകണം. സങ്കീർത്തനം 49:6, അവൻ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മൾ സമ്പത്തിലും ധനത്തിലും ഒക്കെ അഹങ്കരിച്ചാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അഹങ്കാരത്തിന് പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവും. വിനയമുള്ളിടത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. പിശാചിന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവന് എളിമപ്പെടാൻ പറ്റില്ല, അവന് വിനയപ്പെടാൻ പറ്റില്ല. അഹങ്കാരം പിശാചിൻ്റെ ഭാവമാണ്. ഈ ദിനത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അഹങ്കാരം ഞാൻ അറിയാതെ കിടപ്പുണ്ടെങ്കിൽ നിൻ്റെ തിരുരക്തം കൊണ്ട് ആ അഹങ്കാരത്തെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഒരുപക്ഷെ എൻ്റെ ബുദ്ധിയിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാണോ, എൻ്റെ ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ എൻ്റെ ശ്രേഷ്ഠതയിൽ എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ഒക്കെ അഹങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവമേ, ഈ അഹങ്കാരത്തെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് ഈ ദിനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിനയമുള്ളവരുടെ കൂടെയാണ് ദൈവം നിൽക്കുന്നത്. എളിമയുള്ളവരുടെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എളിമയുള്ളവർക്കാണ് ദൈവം തൻ്റെ കൃപ കൊടുത്ത് നിത്യതയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് വിനയമുള്ളവരാകാം, എളിമയുള്ളവരാകാം. വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും ജീവിതശൈലിയിലും നമുക്ക് ലാളിത്യം പുലർത്താം. കാരണം
നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ്, അവൻ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി നമ്മുടെ ഇടയിൽ വിനയത്തിൻ്റെ ഭാവം, വിനയത്തിൻ്റെ മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് നമ്മൾ അത് അനുകരിക്കുവാനാണ്. ദൈവമായിരിക്കെ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനായി എളിമപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് അനുകരിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അപകടങ്ങളും തകർച്ചകളും പ്രതിസന്ധികളും കടന്നു വരുന്നത് അഹങ്കാരമെന്ന ദുർഭൂതം മൂലമാണല്ലോ. അഹങ്കാരം അത് പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു ചെറിയ അഹങ്കാരം അത് വലിയ അപകടങ്ങളിലും തകർച്ചകളിലും വ്യക്തികളെയും സമൂഹത്തെയും കൊണ്ടെത്തിക്കുമെന്ന് അനുഭവങ്ങളും സംഭവങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് മാതൃക നൽകുവാൻ, വിനയത്തിൻ്റെ മാതൃക നൽകുവാൻ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എളിമയുടെ ഭാവം ധരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ അതിനായി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിനയമുള്ളവരായിരിക്കുമ്പോൾ, എളിമപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പക്ഷത്താണെന്ന് തിരിച്ചറിയുവാനും ശാന്തതയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യജീവിതത്തിലെത്തിക്കുവാൻ തക്കവിധം ശാന്തതയിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.